അവസാന റെയിൽവേ സ്റ്റേഷനും എനിക്ക് പോകാനുള്ളത് മാത്തേരനിലേക്കാണ്. ഞാനൊരു 15 രൂപയുടെ ടിക്കറ്റും എടുത്തിട്ട് കൂടുതൽ 5ാമത്തെ പ്ലാറ്റ്ഫോമിലോ 2ാമത്തെ പ്ലാറ്റ്ഫോമിലോ ആണ് ട്രെയിൻ വരുന്നത്. അവിടെ നിന്നും ഏകദേശം 1 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് നമ്മൾ നേരലിൽ എത്തുകയാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ടാക്സി കിട്ടും. മാത്രമല്ല നമുക്ക് നേരൽ ടു മാത്തേരൻ ടോയ് ട്രെയിൻ അവൈലബിൾ ആണ്. ഇപ്പോൾ മൺസൂൺ സീസൺ ആയതുകൊണ്ട് ടോയ് ട്രെയിൻ നിർത്തലാക്കിയിട്ടുണ്ട്. ഞാൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് 100 രൂപയും കൊടുത്തിട്ട് അമാൻ ലോഡ്ജിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അമാൻ ലോഡ്ജിൽ നിന്ന് മാത്തേരാനിലേക്ക് നമുക്ക് കയറണമെങ്കിൽ 50 രൂപയുടെ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടോയ് ട്രെയിൻ അവൈലബിൾ ആണ്. ടോയ് ട്രെയിൻ ഞങ്ങൾ ചെന്ന സമയത്ത് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയുടെ റേറ്റ് 35 രൂപയാണ്. പക്ഷെ നീണ്ട ക്യൂ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ട്രാക്കിൽ കൂടെ നടന്നു പോകാമെന്ന്. ഏകദേശം ഒരു അരമണിക്കൂർ പതുക്കെയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ ട്രാക്കിൽ കൂടെ നമ്മൾ ഭംഗിയൊക്കെ കണ്ടിട്ട് പോവാം. എൻ്റെ കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെ പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല മഴയൊക്കെ കിട്ടി. ഞങ്ങൾ ചെന്നിറങ്ങിയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഈ ട്രാക്കിൽ കൂടെ ഞങ്ങൾ ഉടനീളം നടന്നു. ഭയങ്കര ഭംഗിയാണ് പോകുന്ന വഴികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ വൺസ് ടോയ് ട്രെയിൻ എടുക്കുക, വൺസ് നമുക്ക് ഈ ട്രാക്കിൽ കൂടെ നടന്നു പോകാം. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ കഴിച്ചൊക്കെ മാത്തേരാൻ റെയിൽവേ സ്റ്റേഷൻ നേരെ ചെന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഒരു ടോയ് ട്രെയിൻ കിടക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ കയറി കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം.